ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ അവസാനിച്ചു. വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. ഇന്ന് ദേശീയ സിവിൽ സർവീസസ് ദിനം. സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ ആശയങ്ങൾ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ വേനൽ ചൂട് രൂക്ഷമായി തുടരുന്നു. ഈ മാസം 24 വരെ മഞ്ഞ ജാഗ്രത. UAEയിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ISL സെമിഫൈനൽ പോരാട്ടത്തിന് ചൊവ്വാഴ്ച തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ അവസാനിച്ചു. നാളെയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം. പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. മൂന്നാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 7-നാണ് വോട്ടെടുപ്പ്. വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും INDI സഖ്യത്തിന്റെയും മറ്റ് പാർട്ടികളുടെയും മുതിർന്ന നേതാക്കൾ രാജ്യത്ത് വിവിധയിടങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. കേരളത്തിലെ 20-ഉം കർണാടകയിലെ 14-ഉം രാജസ്ഥാനിൽ 13-ഉം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളും രണ്ടാംഘട്ടത്തിൽ വിധിയെഴുതും. ഇതിനു പുറമെ മധ്യപ്രദേശിൽ നിന്ന് 7 സീറ്റുകളിലേക്കും അസം, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് 5 സീറ്റുകളിലേക്കും പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3 സീറ്റുകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പും രണ്ടാംഘട്ടത്തിലാണ് നടക്കുക. ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും 1 ലോക്സഭാ മണ്ഡലത്തിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ. 3 മുന്നണികളുടെയും ദേശീയ നേതാക്കളടക്കം പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി അബ്ദുൾ സലാമിന്റെ പ്രചാരണത്തിനായി കേന്ദ്ര സഹമന്ത്രി VK സിംഗ് ഇന്ന് മലപ്പുറം എടവണ്ണപ്പാറയിലെത്തും. CPIM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ പ്രചാരണത്തിൽ പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബുധനാഴ്ചയാണ് സംസ്ഥാനത്ത് പരസ്യ പ്രചാരണം അവസാനിക്കുക. ഇന്ന് ദേശീയ സിവിൽ സർവീസസ് ദിനം. പൊതുഭരണത്തിലെ സിവിൽ സർവീസുകാരുടെ സംഭാവനകൾക്കും കഠിനാധ്വാനത്തിനും വേണ്ടിയാണ് ഇന്ത്യയിലെ സിവിൽ സർവീസസ് ദിനം സമർപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. പൗരന്മാരുടെ ലക്ഷ്യത്തിനായി സ്വയം സമർപ്പിക്കാനും പൊതുസേവനങ്ങളോടും ജോലിയിലെ മികവിനോടുമുള്ള പ്രതിബദ്ധത പുതുക്കാനുമുള്ള അവസരമായാണ് എല്ലാ വർഷവും സിവിൽ സർവീസ് ദിനം ആഘോഷിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ എല്ലാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കും ആശംസകൾ നേർന്നു. സിവിൽ സർവീസ് എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് പറഞ്ഞ രാഷ്ട്രപതി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആശയങ്ങളെയും ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വലിയ സംഭാവനകളാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളതെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം രാജ്യത്തെ ആദ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഇന്ത്യയുടെ ഉരുക്കു ചട്ടക്കൂടെന്നാണ് വല്ലഭായ് പട്ടേൽ വിശേഷിപ്പിച്ചത്. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ 2006 ഏപ്രിൽ 21-നാണ് ആദ്യത്തെ ദേശീയ സിവിൽ സർവീസ് ദിനം ആചരിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും അവയുടെ പ്രവർത്തനത്തിൽ ഇടപെടരുത്. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അവർ അവരുടെ ജോലി മാത്രമാണ് ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി എന്ന നിലയിൽ തനിക്ക് പോലും EDയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ അവകാശമില്ലെന്നും ശ്രീ മോദി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, മറ്റ് മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളും സന്നിഹിതരാണ്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം. മുതിർന്ന കോൺഗ്രസ് നേതാവും സിറ്റിംഗ് MPയുമായ രാഹുൽ ഗാന്ധിയാണ് UDF സ്ഥാനാർത്ഥി. മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF നിയോഗിച്ചിരിക്കുന്നത് CPI ദേശീയ നേതാവ് ആനി രാജയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് NDA സ്ഥാനാർത്ഥി. മണ്ഡലത്തിലാകെ 14,62,423 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 7,41,354 വനിതകളും 7,21,054 പുരുഷന്മാരും 15 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു.
മനുഷ്യ വന്യജീവി സംഘർഷം, കർഷക പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ചർച്ചയാവുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ന് മഹാവീർ ജയന്തി. ജൈനമതത്തിലെ 24ാമത് തീർത്ഥങ്കരനായ മഹാവീരന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും അനുകമ്പയുടെയും മൂർത്തീഭാവമായിരുന്നു മഹാവീരനെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. 2550ാമത് ഭഗവാൻ മഹാവീര നിർവാണ മഹോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്തു. മഹാവീരന്റെ സ്മരണിക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും യുദ്ധത്തിനിടയിലും ഇന്ത്യയിലെ തീർത്ഥങ്കരന്മാർ പകർന്നു നൽകിയ അറിവ് പ്രസക്തമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളും പങ്കെടുത്തു. മാലദ്വീപ് പാർലമെന്ററി തെരഞ്ഞെടുപ്പ് ഇന്ന്. 8 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 368 സ്ഥാനാർത്ഥികളാണ് പീപ്പിൾസ് മജ്ലിസിലെ 93 സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. 602 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇതിനായി മാലദ്വീപിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ കൊളംബോ, തിരുവനന്തപുരം, ക്വാലാലംപൂർ എന്നിവിടങ്ങളിലും പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ മൊറാദാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി കുൻവർ സർവേഷ് സിംഗ് അന്തരിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. മുറാദാബാദ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. യുക്രൈൻ, ഇസ്രായേൽ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് സുരക്ഷാ സഹായം നൽകുന്ന $95 ബില്യൺ നിയമനിർമ്മാണ പാക്കേജ് US പ്രതിനിധി സഭ പാസാക്കി. വരുന്ന ആഴ്ച തന്നെ പാക്കേജ് സംബന്ധിച്ച ബിൽ സെനറ്റ് പാസാക്കാനാണ് സാധ്യത. എത്രയും വേഗം ബില്ലിന് അംഗീകാരം നൽകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. യുക്രൈനിലെ സംഘർഷം പരിഹരിക്കാൻ $60.84 ബില്യൺ, ഗാസയ്ക്കുള്ള മാനുഷിക സഹായത്തിന് $9.1 ബില്യൺ ഉൾപ്പെടെ ഇസ്രായേലിന് $26 ബില്യൺ, തായ്വാൻ ഉൾപ്പെടെയുള്ള ഇന്തോ പസഫിക് മേഖലയ്ക്ക് $8.12 ബില്യൺ പാക്കേജിൽ ഉൾപ്പെടുന്നു. UAEയിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ മഴയെ നേരിടാൻ സജ്ജമാണെന്ന് UAE അധികൃതർ അറിയിച്ചു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വരുന്ന വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് ഇന്നും തുടരും. എന്നാൽ ദുബായിൽ നിന്നുള്ള സർവീസുകൾ ഷെഡ്യൂൾ പ്രകാരം നടക്കും. കേരളത്തിൽ വേനൽ ചൂട് രൂക്ഷമായി തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 24 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. കൊൽക്കത്തയിൽ ഉച്ചയ്ക്ക് ശേഷം 3:30 മത്സരം. ചണ്ഡിഗഡിൽ രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ISL ഫുട്ബോളിൽ ചൊവ്വാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ ഒഡീഷ FC മോഹൻ ബഗാനെ നേരിടും. രണ്ടാം സെമി ഫൈനലിൽ ബുധനാഴ്ച FC ഗോവ മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. 2024 ജൂണിൽ നടക്കാനിരിക്കുന്ന UGC നെറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷകൾ മെയ് 10 വരെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സമർപ്പിക്കാം. ഓൺലൈനായി പരീക്ഷാ ഫീസ് മെയ് 11, 12 തീയതികളിൽ അടയ്ക്കാം. മെയ് 13 മുതൽ 15 വരെ അപേക്ഷകളിൽ തിരുത്തലുകൾ വരുത്താൻ സമയമുണ്ട്. ജൂൺ 16-നാണ് UGC നെറ്റ് പരീക്ഷ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ അവസാനിച്ചു. വെള്ളിയാഴ്ച നടക്കുന്ന 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. ഇന്ന് ദേശീയ സിവിൽ സർവീസസ് ദിനം. സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ ആശയങ്ങൾ പ്രസക്തമെന്ന് രാഷ്ട്രപതി. കേരളത്തിൽ വേനൽച്ചൂട് രൂക്ഷമായി തുടരുന്നു. ഈ മാസം 24 വരെ മഞ്ഞ ജാഗ്രത. UAEയിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യത. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ISL സെമി ഫൈനൽ പോരാട്ടത്തിന് ചൊവ്വാഴ്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.